നന്ദിയോടെ വലതുകരമുയർത്തി ഹല്ലേലൂയ, കൈകളൊന്ന് വീശി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ജീവിത സാക്ഷ്യം കേൾക്കുവാൻ നല്ല ദൈവം നമുക്ക് ഇടവരുത്തുകയാണ്. ശക്തമായ ജീവിത സാക്ഷ്യങ്ങൾ എന്തുമാത്രമാണ് ദൈവജനത്തെ സ്വാധീനിക്കുന്നതെന്ന് ഈ ശുശ്രൂഷയുടെ റിസൾട്ട് കഴിഞ്ഞ മാസങ്ങളിൽ അനേകർ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ജീവിത സാക്ഷ്യവും അനേക ജീവിതങ്ങളെ സ്പർശിക്കുന്നതാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് തൻ്റെ ജീവിത അനുഭവം സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്നത് തൃശ്ശൂർ രൂപതാംഗമായ ബഹുമാനപ്പെട്ട ബ്രദർ ഡിസൺ തെക്കേക്കരയാണ്. സഭയോടൊത്ത് നീങ്ങുന്ന അസീസി പ്രയർ ടീമിലെ ഒരംഗമാണ് അദ്ദേഹം. വർഷങ്ങളായി ഈ ടീമിലൂടെ അവർ മിഷൻ വേലകൾ ചെയ്യുകയാണ്. ഒരുപാട് വർഷങ്ങളോളം ലോകത്തിൻ്റെ അരൂപിയിലൂടെ നടന്ന്, പാപത്തിൻ്റെ വഴികളിലൂടെ നടന്ന് നല്ല യേശുവിനെ കണ്ടുമുട്ടി തങ്ങളുടെ ജീവിതം പൂർണ്ണമായും യേശുവിന് കൊടുത്ത ബഹുമാനപ്പെട്ട ഡിസൺ ബ്രദറിനെ ഈ വചനവേദിയിലേക്ക് നമുക്ക് ഒരുമിച്ച് ആദരപൂർവ്വം നമുക്ക് ക്ഷണിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിലെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കാം. ദൈവമക്കളെ, ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ അയച്ചു തരും. സഹായകനായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളിൽ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി രണ്ട് കരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഒന്ന് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ, ദൈവസ്നേഹം നിറയ്ക്കണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തോളം ഉയർത്താം. ഇതാ പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും സയ്യനൂട്ടുശാലയിലെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു പുത്തൻ അഭിഷേകം പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിനാൽ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി എല്ലാവരും സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ദൈവമേ, മഹത്വം. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആമേൻ. യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവേ, ഈ കാലഘട്ടത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ തിരുകുടുംബ പാലകനായിരിക്കുന്ന വിശുദ്ധ ഔസേപിതാവേ, വിശുദ്ധ തോമാസ് ലീഹായെ, വിശുദ്ധ എവ്പ്രാസ്യമേ,
വിശുദ്ധ മിഖായിൽ മാലാഖയെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്കും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സർവശക്തിയോടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഉത്തിതനായ കർത്താവിനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന അഭിഷേകത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ വലതുകരം ഒന്ന് പിടിച്ച് എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയണം, ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംസ്ഥാനങ്ങളിൽ ഇരിക്കുക. മക്കളെ, നിയമാവർത്തനം 1 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ, അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമകളെ, എൻ്റെ പേര് ഡിസൻ എന്നാണ്. തൃശ്ശൂർ ഒല്ലൂർ ദേശത്ത് നിന്ന് വരുന്നു. ദേവപ്രാസ്യമ്മയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഭാര്യയും 3 മക്കളുമാണ്. മത്സ്യ കച്ചവടമാണ്. ഈ റോഡ് തെരുവിലെ മത്സ്യം വിൽക്കുന്ന ഒരു മകനാണ് ഞാൻ. പ്രിയമകളെ, 10 മക്കളിലെ ഏറ്റവും താഴെയുള്ള മകനായി ദൈവം എന്നെ സൃഷ്ടിച്ചു. നിങ്ങൾക്കറിയാം, 10 മക്കളിലെ ഏറ്റവും താഴെയുള്ള മകനാവുമ്പോൾ മാതാപിതാക്കളുടെ സ്നേഹം കൂടുതൽ അധികം അനുഭവിച്ചറിഞ്ഞ മകൻ, സഹോദരി സഹോദരങ്ങളുടെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിഞ്ഞ മകൻ. എന്നാൽ ജന്മം നൽകിയ മാതാപിതാക്കളെ അംഗീകരിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അഹങ്കാരം എന്ന തിന്മ എന്നിലുണ്ടായിരുന്നു. എൻ്റെ നാശത്തിൻ്റെ കാരണം എന്നിൽ കുടികൊള്ളുന്ന അഹങ്കാരമാണ്. നമ്മളെ വളരെയേറെ സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠന് സ്വന്തമായി കാറിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, സ്വന്തമായി കാറുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും മൂത്ത ജ്യേഷ്ഠൻ കാറിലാണ് സ്കൂളിൽ കൊണ്ടുപോവുക. അതുകൊണ്ട് സമ്പത്ത് ഏറുന്നതനുസരിച്ച് അതുപോലെ അഹങ്കാരവും വളരാൻ തുടങ്ങി. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പെട്ടെന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മരണത്തിൽ കൂടെ ഞങ്ങളുടെ കുടുംബം കൊടും ദാരിദ്ര്യത്തിലേക്ക് വീണുപോയി. ഞങ്ങളുടെ കാറും നഷ്ടപ്പെട്ടു, വർക്ക്ഷോപ്പും നഷ്ടപ്പെട്ടു, ഇരിക്കുന്ന ഭവനം പോലും നഷ്ടപ്പെട്ടു. ഒരു നേരത്തിൻ്റെ ആഹാരത്തിന് പോലും കഴിവില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് തകർന്നു പോയി. ഒന്ന് തലചായ്ക്കാൻ പോലും ഇടമില്ലാതെ മറ്റുള്ളവരുടെ ഭവനത്തിൽ ആശ്രയിക്കേണ്ട അവസ്ഥ കടന്നു വന്നു. ഞാൻ വിചാരിച്ചു, ആ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8 വയസ്സിലെ എൻ്റെ ഉള്ളിലെ ദൈവത്തിന് എതിരെ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങി. ഈ ലോകത്തിൽ ദൈവമില്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇങ്ങനെ ഒരു തകർച്ച വരുമായിരുന്നില്ല. ഞാൻ ദൈവത്തിൽ നിന്ന്, ദൈവ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി. പ്രിയമകളെ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം, ഒരു തകർച്ച, ഒരു കടബാധ്യത കടന്നു വന്നപ്പോഴാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ, ഇന്ന് ഈ നൈറ്റ് വിജിലിന് വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് TV ചാനൽ മുമ്പിലിരിക്കുന്ന മക്കളെ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനങ്ങളോ ഒരു തകർച്ചകളോ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം കടന്നു വരുവാനുള്ള വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ
തക്കവണ്ണം വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയതമകളെ, ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും അധികം പ്രകടമാകുന്നത് ആ പുത്രന്റെ ബലിയിലാണ്. ആ പുത്രന്റെ രക്തത്താലും ശരീരത്താലും വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയതമകളെ, 3ാം ക്ലാസ്സിൽ നിന്ന് SSLC വരെ പഠിച്ചു. SSLC പഠിക്കുമ്പോഴും SFIയിലും DYFിലും എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നീട് നിരീശ്വര പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവമില്ല എന്നെല്ലാം പ്രചരിപ്പിക്കുവാനും അങ്ങനെ രാത്രിയാമങ്ങളിൽ അവരുടെ കൂടെ പോകാൻ തുടങ്ങി. എൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായി ഈ മകൻ നഷ്ടപ്പെട്ടു പോകുന്നു. അവരെൻ്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിച്ചുള്ള മദ്രാസിൽ ഒരു ജോലിക്കായി എന്നെ പറഞ്ഞയച്ചു. മദ്രാസിലെ മൗണ്ട് റോഡിലെ ഇൻഡസ്ട്രി ഗാരേജിൽ എനിക്ക് ജോലി ലഭിച്ചു. എന്നാൽ പ്രിയതമകളെ, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, ബോംബെ, മൈസൂർ, ഊട്ടി, ബാംഗ്ലൂർ എല്ലായിടത്തും 1 മാസം 2 മാസം ഞാൻ ജോലി ചെയ്യും. ഒരു സ്ഥലത്തും എനിക്ക് സ്ഥിരമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നിൽ കുടികൊള്ളുന്ന അഹങ്കാര നിമിത്തം ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വന്നു. കേരളത്തിലെ തൃശ്ശൂർ പട്ടണത്തിൽ എനിക്ക് A ടീം, B ടീം, C ടീം അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളാണ്. അവർ എനിക്ക് വേണ്ടി മരിക്കും, ഞാൻ അവർക്ക് വേണ്ടി മരിക്കും. അത്രയും സുഹൃത്ത് ബന്ധം. അവർ പറഞ്ഞു, ഡിസ, നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ദൈവം നിന്നെ രക്ഷിക്കും. അവർ ആ വർഷം 50 ദിവസം വ്രതമെടുത്ത് നോയമ്പെടുത്ത് കുളിക്കുക. ഞാനും അവർ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന്, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ നിന്ന്, ദൈവ കൽപ്പനയുടെ ആദ്യത്തെ കൽപ്പന തന്നെ ഞാൻ ലംഘിക്കുക. പ്രിയമകളെ, നിന്റെ ജീവിതത്തിലെ ഒരു തകർച്ചയ്ക്ക് കാരണം നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ എന്ന് നീ ആത്മപരിശോധന ചെയ്യണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൽ നിന്ന് നീ അകന്നു പോയിട്ടുണ്ടോ എന്ന് നീ ആത്മപരിശോധന ചെയ്യണം. പ്രിയമകളെ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ അകന്നു പോയത്. ആ ദൈവത്തിൻ്റെ കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന ഞാൻ ലംഘിച്ചു, അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പോയി. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു 3 വർഷം വരണം. 3 വർഷം അടുപ്പിച്ച് പോയി. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചില്ല. എന്നാൽ പ്രിയമകളെ, ഞാൻ തിരിച്ച് വന്ന് ഞങ്ങളെല്ലാവരും ഒരു ട്രാവലറിൽ ഒരു 10 പേര് ടൂറ് പോവും നോയമ്പെറുക്കാൻ. ഒന്നില്ലേ ഊട്ടിയിലേക്ക്, അല്ലെങ്കിൽ കൊടൈക്കനാലിലേക്ക്. ഈ 10 പേരിൽ 8 പേരും മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരാ. 2 പേര് മദ്യപിക്കില്ല, പുകവലിക്കില്ല. ഒരു വ്യക്തി ഞാനാ. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഡിസ, നമ്മുടെ നാടല്ല, ആരും കാണാൻ പോകുന്നില്ല, ഒരു സിഗരറ്റേക്ക് വലിക്ക്, ആകാശത്തേക്ക് പുക വിടുമ്പോൾ ആണാൻ തോന്നുക. എൻ്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്ന വഴി ഞാൻ തിരിച്ചറിഞ്ഞില്ല. രാത്രിയായപ്പോൾ അവർ പറഞ്ഞു, ഒരു ഗ്ലാസ് ബീർ കഴിച്ചോ. ആ ബീർ കഴിക്കുമ്പോൾ ഒരു ആണത്തുണ്ട്, ഒരു എനർജി ഉണ്ടാവുള്ളൂ. പ്രിയമകളെ, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്ക് പിശാച് എന്നെ തള്ളിയിടുകയായിരുന്നു. ആൽക്കഹോളിനെ എന്നെ അടിമപ്പെടുത്തുകയായിരുന്നു. ഇന്ന് ഈ നൈറ്റ് വിജിലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ പുകവലിക്കോ അടിമപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക. നീ നിന്റെ വ്യക്തി ജീവിതം, നിന്റെ കുടുംബ ജീവിതം, നീ നിന്റെ സഭയുമായിട്ടുള്ള ജീവിതം ദൈവ സ്നേഹത്തിന് എതിരായാണ് നീ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ രാത്രിയാമങ്ങളിൽ സകലതും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ നീ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, ഞാനും വിചാരിച്ചു ഈ മദ്യവും പുകവലിയും ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം. ഇതിൻ്റെ ലഹരി ഒന്നും ആവാതായപ്പോൾ മദ്യത്തിൻ്റെ മുകളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. മദ്യവും മയക്കുമരുന്നും ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ചു. ഞാൻ വിചാരിച്ചു, ഇങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കാം. തൃശ്ശൂർ പട്ടണത്തിൽ ഒട്ടനവധി യുവാക്കൾ കടന്നു വരുന്ന ഒരു മേഖലയാണ് ഗുണ്ടായിസം എന്ന മേഖല. ഈ ഗുണ്ടായിസം മേഖലയിൽ ഒരു കണ്ണിയായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. തൃശ്ശൂർ രാഷ്ട്രീയ മാഫിയ പാർട്ടികൾ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. അവർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ കൊട്ടേഷനുകളെല്ലാം ചെയ്ത് തിരിച്ചു വരുമ്പോൾ തൃശ്ശൂർ പട്ടണത്തിൽ വൻകിട ബാർ ഹോട്ടലിൽ റൂം എടുത്ത് ഒരു മകന് ഏതെല്ലാം പാപത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുമോ അതിലൂടെയെല്ലാം ഞങ്ങളെ കടത്തിവിടുമായിരുന്നു. ഞാൻ വിചാരിച്ചു, ഈ ലോകത്തിലെ ഇതാണ് ഏറ്റവും വലിയ സുഖം.
എന്നാൽ പ്രിയതമകളെ, എൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച കടന്നു വന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശ നൽകുന്നതാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പലതരം ഉയർത്തി ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നൈറ്റ് വിജിലിന് ഞാനും നിങ്ങളും കടന്നു വരുമായിരുന്നില്ല. ഒരു സഹനം, ഒരു തകർച്ച കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നൈറ്റ് വിജിലിന്, ഇന്ന് ടെലിവിഷൻ ചാനലിന് മുന്നിൽ ഞാനും നിങ്ങളും കടന്നു വരുമായിരുന്നില്ല. നീ തിരിച്ചറിയണം, ഇന്ന് കഷ്ടതകളോ ഒരു സഹനങ്ങളോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 32:10 പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവജനമേ, ഈ രാത്രി യാമങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ ഓരോരുത്തരെയും വലയം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയതമകളെ, ഈ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. ഞാൻ തൃശ്ശൂർ പട്ടണത്തിൽ വടക്കേ ബസ് സ്റ്റാൻഡിൽ അശ്വിനി ഹോസ്പിറ്റലിൽ തൊട്ടുപുറത്ത് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പാർട്ട് ടൈമിൽ ഞാൻ ജോലിക്കാരനായിരുന്നു. ഒരു രാത്രിയിൽ എന്നെ ജോലിക്ക് വിളിക്കുമ്പോൾ തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്തിൽ പൂരപ്പറമ്പിൽ ഇരുന്ന് മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ട് ഞാൻ ജോലിക്ക് പോവുക. വടക്കേ ബസ് സ്റ്റാൻഡ് ഇറങ്ങുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബിനി ടൂറിസ്റ്റ് ഹോം ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഒരു 4 നില ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിംഗ് അന്ന് പണിത് തുടങ്ങിയ സമയം ഞാൻ എൻ്റെ മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പാപ സാഹചര്യം കാണാം. ഞാൻ ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ എന്നെ പിന്തുടരാൻ തുടങ്ങി. പ്രതിമകളെ, ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നു. പിന്നീട് അവരെ ആരെയും കാണാനില്ല. ഞാൻ ഏറ്റവും ടോപ്പിലെത്തി, 4-ാം നില വരെ എത്തി. ഞാൻ പെട്ടെന്ന് കാലെടുത്ത് വെച്ചത് ലിഫ്റ്റിൻ്റെ അഗാധമായ ഒരു കുഴിയായിരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലേക്ക് പിശാച് എന്നെ തള്ളിയിടുകയായിരുന്നു. ഒരു നിമിഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയുന്നില്ല. ഞാനൊന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ശരീരം ആകെ രക്തം വാർന്നൊലിക്കുക. ഈ 4-ാം നില വരെ മുകളിൽ നിന്ന് ലിഫ്റ്റിൻ്റെ കുഴിയിൽ വീണ് കിടക്കാൻ പ്രിയമക്കളെ, ഞാൻ നോക്കി, എനിക്ക് എന്തുകൊണ്ട് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഇടത് കാല് മുട്ടിന് കീഴ്പ്പെട്ടായിട്ട് 2 കഷ്ണമായിട്ട് മുറിഞ്ഞു കിടക്കുക. എനിക്ക് മനസ്സിലായി, രക്തമെല്ലാം വാർന്നൊലിച്ച് ഞാൻ ഇഞ്ചിഞ്ചായി മരിക്കാൻ പോവുക. ഞാൻ ഒത്തിരിയേറെ നിലവിളിച്ചു, ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഞാൻ അവസാനം എൻ്റെ അരയിലിടുന്ന മുണ്ടെടുത്ത് ഞാൻ ഒരു കുടുക്കിട്ട് കമ്പിയിലേക്ക് എറിഞ്ഞു. ആ കുടുക്ക് കമ്പിയിൽ വീണില്ല. അവസാനം ആ മുണ്ടെടുത്ത് ഒടിഞ്ഞ കാലിനെ വരിഞ്ഞ് മുറുക്കി കെട്ടി മലന്നടിച്ച് കിടക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. ഒരു രാത്രി മുഴുവൻ ഞാൻ ആ കുടിയിൽ കിടന്നു. ഓർമ്മ നഷ്ടപ്പെടാതെ എൻ്റെ പിതാവായ ദൈവം എന്നെ കാത്തു പരിപാലിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 23:4 പറയുന്നുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇന്ന് മരണത്തിൻ്റെ വക്കിലാണോ നീ നിൽക്കുന്നത്? ആ മരണത്തിൻ്റെ മേൽ 3-ാം നാൾ വിജയം വരിച്ച ഉത്തിതനായ ഉയർത്തെഴുന്നേറ്റ ദൈവത്തെയാണ് ഞാനും നിങ്ങളും വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയതമകളെ, ഞാൻ ആ കുഴിയിൽ കിടന്ന് ഒരുപാട് നിലവിളിച്ച് കരഞ്ഞ്. എൻ്റെ കഴുത്തിലെ ഒരു ജപമാല ഉണ്ടായിരുന്നു. ഈ ജപമാല മുറുക്കെ പിടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ തോമാസ് ലീഗയുടെ വിശ്വാസം ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ച് കരഞ്ഞു. പ്രിയമകളെ, നേരം വെളുത്ത് 7-8 മണി നേരത്ത് അവിടെ അടിച്ചു വാരുന്ന സഹോദരി എൻ്റെ കരച്ചിൽ കേട്ടു. ആ മകള് ഓഫീസിൽ പോയി അറിയിച്ചു. ഓഫീസിലുള്ളവർ ഫയർഫോഴ്സിനെ അറിയിച്ചു. തലേ ദിവസം രാത്രി 7-8 മണിക്ക് വീണ ഞാൻ പിറ്റേ ദിവസം
കാലത്ത് 7-8 മണിക്ക് ഫയർഫോഴ്സ് വന്ന് എന്നെ ആ കുഴിയിൽ നിന്ന് കെട്ടി വലിച്ചെടുക്കുക. സ്ട്രെച്ചറിൽ ഇടുമ്പോൾ എൻ്റെ ഇടത് കാല് 2 കഷ്ണമായി മുറിഞ്ഞ് ഇങ്ങനെ തൂങ്ങി കിടക്കുക. നേരെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, കാല് എത്രയും പെട്ടെന്ന് മുറിച്ച് കളയണം, ഒരു പക്ഷേ മരിക്കാൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടും. അവർ നേരെ അന്ന് തൊട്ടപ്പുറത്ത മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ ഒരു ഡെഡ് ബോഡി തട്ടണ പോലെ എന്നെ തട്ടിയിട്ടിട്ട് അവർ വാഹനം എടുത്തു പോയി. അവിടുത്തെ ഡോക്ടറേറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എനിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ തുടങ്ങി. തലേ ദിവസം രാത്രി 7-8 മണിക്ക് വീണ് ഞാൻ പിറ്റേ ദിവസം രാത്രി 7-8 മണിക്ക് എൻ്റെ കാലിൽ ഫസ്റ്റ് ഓപ്പറേഷൻ നടക്കുക. പച്ചവെള്ളം കുടിക്കാതെ, ഓർമ്മ നഷ്ടപ്പെടാതെ എൻ്റെ പിതാവായ ദൈവം എന്നെ കാത്തു പരിപാലിക്കുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഇടത് കാലുമേ 2 റാഡ് പൈപ്പിട്ടിട്ട് നിറയെ ആൻറ്റിനെ പോലെ കമ്പികൾ സ്ക്രൂ ചെയ്ത് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ ചെയ്തത് 4 ഡോക്ടർമാരാണ്. നമുക്കറിയാം, ഇരിഞ്ഞാലക്കുട മെത്രാനായിരിക്കുന്ന ജെയിംസ് പടയാറ്റിലെ സഹോദരന് സണ്ണി പടയാറ്റിൽ ഡോക്ടർ, ബോണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. സോമൻ ഡോക്ടർ, ജേക്കബ് ഡോക്ടർ, അനിൽ കുമാർ, 4 ഡോക്ടർമാരാണ്. ഇവർ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഞാൻ എൻ്റെ കട്ടിൻ്റെ അരികിൽ നോക്കുമ്പോൾ 2 വടി സ്ട്രെച്ചർ കട്ടിൻ്റെ അരികിൽ ഇരിക്കുന്നുണ്ട്. ഈ 2 വടിയുമേ 2 വർഷക്കാലം ഞാൻ ഞൊണ്ടി ഞാൻ നടന്നു. പ്രീതമകളെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും എനിക്ക് സാധിക്കില്ല. എൻ്റെ മാതാപിതാക്കൾ പ്രീതമകളെ പലപ്പോഴും പല രാത്രി യാമങ്ങളിലും എന്നെ കാണാതെ വരുമ്പോൾ എൻ്റെ കാണപ്പെട്ട എൻ്റെ ദൈവങ്ങളായ എൻ്റെ മാതാപിതാക്കൾ ഒന്ന് സ്വസ്ഥമായി അവരെ ഉറങ്ങുവാൻ ഞാൻ അനുവദിച്ചില്ല. ഒരു ധൂർത്തുപുത്രനെ പോലെ അവരുടെ വേദനിക്കുന്ന ഒരു മകനായിരുന്നു ഞാൻ. എന്നാൽ പ്രിയതേ മകളെ, ഈ അവസ്ഥയിൽ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നെ ഉപേക്ഷിച്ചില്ല. ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് എൻ്റെ ശരീരത്തിൽ 4 ഓപ്പറേഷൻ നടന്നു. 4ാമത്തെ ഓപ്പറേഷനിൽ ഈ കമ്പി ഊരിയെടുത്തപ്പോൾ 1.5 ഇഞ്ച് എല്ല് കമ്പിയിലൊപ്പം ഊരിപ്പോന്നു. ബോണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞു, ഇനി നടക്കാൻ സാധിക്കുകയില്ല, കാല് എത്രയും പെട്ടെന്ന് മുറിച്ച് കളയണം. പ്രീതമകളെ, എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നെ ഉപേക്ഷിച്ചില്ല. പ്രീതമകളെ, അവർ വെസ്റ്റ് പോർട്ടിൽ സൈമൺ ഡോക്ടർ അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു. ആ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എല്ലാ ഓപ്പറേഷനുകളും അവിടെ ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനേ സാധിക്കുള്ളൂ, എന്നാൽ സൗഖ്യം നൽകുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വൈദ്യശാസ്ത്രം, ദൈവശാസ്ത്രത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഡോക്ടർ, ഒരു വൈദ്യനായ ഒരു ഡോക്ടർ പറയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കേട്ടപ്പോൾ വിശ്വാസം ഇല്ലാതിരുന്ന ക്രിസ്ത്യാനിയായ എന്നിൽ വിശ്വാസം എന്ന പുണ്യം വളരാൻ തുടങ്ങി. അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഡോക്ടർ എൻ്റെ വലത് സൈഡിൽ നിന്ന് എല്ല് ചെത്തിയെടുത്ത് ഇടത് കാലിന് ബോൺ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ഓപ്പറേഷനാണ് ചെയ്തത്. ഒട്ടുമാവിന് ഒട്ടിച്ചു വെക്കുന്നത് പോലെ, ബെഡ് ചെയ്ത് പിടിപ്പിക്കുന്നത് പോലെ. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ 2 വടിയുമേ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എത്രയോ അകന്നു പോയോ 10 ഇരട്ടിയായി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയതമകളെ, 2 വടിയുമേ ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും വിശുദ്ധ കുർബാനയിലോ കൂദാശകളിലോ കുടുംബ പ്രാർത്ഥനയിലോ എൻ്റെ സാന്നിധ്യമോ വിശ്വാസമോ എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ തകർച്ച സമയത്ത്, എൻ്റെ കഷ്ടപ്പാടുകളിൽ, എൻ്റെ രോഗപീഠകളിൽ പ്രിയതമകളെ ഞാൻ കർത്താവിലേക്ക് നോക്കി. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് 2 വടിയുമേ ഞൊണ്ടി ഞാൻ കടന്നു ചെന്നു. ആ വചന കൂടാരത്തിൽ ആദ്യം കടന്നു ചെന്നപ്പോൾ എനിക്ക് വചനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. 2ാമത്തെ ദിവസം അവിടുത്തെ ഡയറക്ടർ അച്ഛനായ പനക്കൽ അച്ഛൻ
കുമ്പസാരത്തിന് ഒരുക്കമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക. ആ സമയത്തിൽ പ്രീതമകളെ, ആ കാലം എത്രയും ഞാൻ ചെയ്തു കൂട്ടിയ കടും ചുമപ്പായ പാപങ്ങൾ, ചെറുതും വലുതും രഹസ്യവും പരസ്യമായ പാപങ്ങൾ ഒരു ബോട്ടിൽ എന്ന പോലെ എനിക്ക് തെളിഞ്ഞ് കാണുവാൻ സാധിച്ചു. ഞാൻ അവിടെ നിന്ന് ഓടിച്ചെന്നു കുമ്പസാരം എന്ന കൂദാശയിലേക്ക്. ആ കുമ്പസാര കൂട്ടിലെ വൈദികനല്ല, ഇന്നും ജീവിക്കുന്ന എൻ്റെ കർത്താവാണ് ഇരിക്കുന്നത്. പ്രിയമകളെ, ആ കുമ്പസാരക്കൂട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ കുമ്പസാരക്കൂട്ടിൽ ഞാൻ എൻ്റെ എല്ലാ പാപകടങ്ങളും ഇറക്കി വെച്ചു. അവിടെ നിന്ന് തൂമഞ്ഞ് പോലെ നിർമ്മലമുള്ളവനായി ഞാൻ തിരിച്ചു വരികയായിരുന്നു. പ്രീതമകളെ, തിരിച്ചു വരുമ്പോൾ ആ വചന കൂടാരത്തിലെ വിശുദ്ധ കുർബാന, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷയായ വിശുദ്ധ ബലി, ആ ബലിയിൽ ഞാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് വിശുദ്ധ കുർബാനയാണ് പ്രിയതമകളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ നിത്യജീവൻ. ആ കുർബാനയിൽ ഞാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ യേശു ജനിക്കുന്നു, മരിക്കുന്നു, ഉത്ഥാനം ചെയ്യുന്നു. പ്രിയതമകളെ, ആ ഉത്തിതനായ ഈശോയെ സ്വീകരിക്കുവാൻ ഇന്ന് എത്രയോ ചെറുതാവാൻ സാധിക്കുമോ അത്രയോ ചെറുതായി ഗോതമ്പ് അപ്പത്തിൻ്റെ രൂപത്തില്, എളിയ ദാസന്റെ രൂപത്തില് നമ്മുടെ കരങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ തകർച്ചകളിലേക്ക്, നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഇത്രയും വലിയ അനുഗ്രഹം ലഭിച്ച വേറെ ഏത് ജനതയാണ് ഈ ലോകത്തിലുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമകളെ, ആ വിശുദ്ധ കുർബാനയിൽ പൊട്ടിക്കരഞ്ഞ് ഈശോയെ സ്വീകരിച്ചു. അവിടെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയമായിരുന്നു. ആ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് ബർത്തിയോമിസ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. പ്രിയതമകളെ, ആ ദിവ്യകാരുണ്യം, ഇന്നും ജീവിക്കുന്ന ആ ദിവ്യകാരുണ്യം ഇന്ന് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, അടയാളത്തിൻ്റെ, സത്യ ആരാധനയുടെ നിമിഷങ്ങളിൽ പ്രിയ ദൈവമക്കളെ, ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് കടന്നു വന്ന നിമിഷം 2 വടിയും ഉപേക്ഷിച്ച് തുള്ളിച്ചാടി നടക്കുവാൻ എനിക്ക് സാധിച്ചു. ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തിയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുകയാണ്. കത്തോലിക്ക സഭയിലെ മാമോദീസ ഇന്ന് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്താം. ഇന്ന് തൈലാഭിഷേകത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, സ്വീകരണത്തിലൂടെയെല്ലാം പ്രിയതമകളെ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളൊരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുക. ഞാൻ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ ഈ കാലഘട്ടം പെന്തക്കോസ്തയുടെ കാലഘട്ടം. ഉത്തിതനായ കർത്താവ് 50 ദിവസം സയ്യ നൂട്ടിശാലയില് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിക്ഷഗണത്തിന്മേൽ അഗ്നിനാളമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അതേ പെന്തക്കോസ്ത അനുഭവം ഇന്ന് ഈ നൈറ്റ് വിജില് പ്രിയ ദൈവ മക്കളെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ കുതിച്ചു ചാടാം. ഞാൻ അറിയുന്നില്ല, ഞാൻ 2 വടിയും ഉപേക്ഷിച്ചാണ് നടക്കുന്നത്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായി, ഇവനിതാ 2 കാലമേ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവൻ്റെ പഴയ പാപ സാഹചര്യത്തിലേക്ക് വീണു പോകാൻ ഇവൻ ഇടയുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ഒരു ധൂർത്തപുത്രനെ എത്രയും പെട്ടെന്ന് കാല് കെട്ടുന്ന ശുശ്രൂഷയ വിവാഹം എന്ന കൂദാശ. എനിക്ക് വേണ്ടി ജീവിത പങ്കാളികളെ അന്വേഷിച്ചു. 1, 2 മക്കളെ പോയി കണ്ടു, നല്ല കുടുംബം. എന്നാൽ എന്നെ പറ്റി അന്വേഷിച്ചപ്പോൾ നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കാരണം എനിക്ക് കല്യാണം കഴിച്ച് തന്നില്ല. 3-മതൊരു ഭവനത്തിലേക്ക് കടന്നു ചെന്നു. പ്രിയ മക്കളെ, ആ ഭവനത്തിലെ ആകെ ഒരു മകളുള്ളൂ. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച മകനാ, അപ്പച്ചൻ്റെ മകളെ വിവാഹം കഴിച്ച് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് എന്നോട് പറയണം. ആ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ മകളെ നിനക്ക് മാത്രമേ വിവാഹം കഴിച്ച് തരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവായ ദൈവം
എനിക്ക് ചേർന്ന ഇണയെ, എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ദാനമായി നൽകുകയാണ് വിവാഹം എന്ന കൂദാശയിലൂടെ. എനിക്ക് മാത്രമാണോ? എനിക്ക് മാത്രമാണോ? പ്രിയമക്കളെ, നമുക്ക് ദാനമായി തന്നതാ നമ്മുടെ ജീവിത പങ്കാളിയെ. തന്നതിനോർത്ത് നന്ദി പറയണം. എനിക്ക് ജീവിത പങ്കാളിയെ കിട്ടിയപ്പോൾ ഞാൻ ഹണിമൂണിന് പോയില്ല. ഞാൻ നന്ദി പറയുവാൻ എൻ്റെ ജീവിത പങ്കാളിയെ കൊണ്ട് ഓടിച്ചെന്നു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിനായി. കാരണം മദ്യവും മയക്കുമരുന്നും കഴിച്ച് കൗണ്ട് കുറവായതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ എൻ്റെ സുഹൃത്തുക്കൾ 7-15 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുക. എനിക്കറിയാം. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി കരം പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. ഭാര്യയും ഭർത്താവും പ്രിയമക്കളെ ഏക ശരീരമായി നിങ്ങൾ പ്രാർത്ഥിച്ചോ? സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് 3 മക്കളെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂത്ത മകൻ എഡ്വിൻ ഡിസൺ, അവനിപ്പോൾ പോളി ഡിപ്ലോമ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, ട്രിപ്പിളിങ്ങിന്. പ്രിയമക്കളെ, അവന് സീറ്റ് കിട്ടാതെ അട്ടപ്പാടിയിൽ 5 പ്രാവശ്യം ഞാൻ പോയി. പ്രിയമക്കളെ, കർത്താവിൻ്റെ തന്നെ പ്രാർത്ഥിച്ച് 5ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ആ ബസ്സിൽ ഒരു വചനം എഴുതി വെച്ചിരിക്കുക. സങ്കീർത്തനം 128 അധ്യായം 5-ാം തിരുവചനം. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഞാൻ എൻ്റെ മകനും ആ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മകന് എഞ്ചിനീയറിംഗിന് സീറ്റ് കിട്ടി. പ്രിയമക്കളെ, 2ാമത്തെ മകൻ ഡെജിൻ ഡിസൺ, അവന് ഇതുപോലെ പഠിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, മാർക്ക് കുറവാണ്. അവന് VHSൽ കിട്ടണം, +1 VHSൽ കിട്ടണം. അവന് ഭയങ്കര ആഗ്രഹം. അവൻ്റെ അമ്മച്ചി അവനോട് പറഞ്ഞു, നീ അത്രയും തേയുള്ള മാതാവ് 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചോ, നിനക്ക് മാതാവ് സീറ്റ് തരും. അവൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമക്കളെ, അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രിയമക്കളെ, ഈ ഷാലോമിൻ്റെ നിത്യജീവൻ എന്ന പാതയിൽ എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു ഫോൺ വരിക. നന്ദിക്കര VHSൽ ബയോ എക്യുപ്മെൻറ്റ്സ് ബയോളജിയിൽ എൻ്റെ മകന് കർത്താവ് ഒരു സീറ്റ് എടുത്ത് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, എൻ്റെ 3ാമത്തെ മകൻ ഗോഡ്വിൻ ഡിസൺ, അവൻ ജനിച്ചത് ഈസ്റ്ററിൻ്റെന്ന നമുക്കറിയാം, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടത്ത് അവൻ ഈസ്റ്ററിൻ്റെന്ന് ജനിച്ചു. ഞാൻ അവന് പേരിട്ടു ഗോഡ്വിൻ, കർത്താവിൻ്റെ വിജയം. മരണത്തിൻ്റെ മേൽ കർത്താവ് വിജയം വരിച്ച ദിവസമാണ് എൻ്റെ മകൻ ജനിച്ചത്. പ്രിയമക്കളെ, അവൻ സംസാരിക്കില്ല. 3 വയസ്സ് വരെ അവൻ സംസാരിക്കില്ല. പലരും എന്നെ കളിയാക്കാൻ തുടങ്ങി, വലിയ പ്രാർത്ഥനക്കാരനാ, എന്താ കാര്യം, 3ാമത്തെ കുഞ്ഞ് സംസാരിക്കില്ല. നിന്ദന, പരിഹാസം ഒക്കെ സഹിച്ചു. പ്രിയമക്കളെ, ഞാൻ ഷാലോമിൻ്റെ നൈറ്റ് വിജിലിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഞാൻ പ്രാർത്ഥനാപേക്ഷ ഞാനിവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമക്കളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. എൻ്റെ മകൻ 8ാം ക്ലാസ് പഠിക്കുന്നു. ഇന്ന് അവനെ സംസാരിക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പോരാ പോരാ, ശക്തിയോടെ, അഭിഷേകത്തോടെ. പ്രിയമക്കളെ, ഈ 3 മക്കളെയും കൊണ്ട് ഒന്ന് കിടന്നുറങ്ങാൻ ഒരു ഭവനം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനൊരു വാടക വീട്ടിൽ ഒരു സൈഡ് റൂമിൽ, ഒരു ചാപ്പല് പോലത്തെ സൈഡ് റൂമിലാണ് കിടക്കണം. 3 മക്കളും ഭാര്യയും ഭർത്താവിനും കിടക്കാൻ പോലും ഒരു റൂമിൽ സ്ഥലമില്ല, ഒരു വാടക വീട്ടിൽ. പ്രിയമക്കളെ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്കൊരു ഭവനം തരണം. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒല്ലൂര് ദേശത്ത് ഒരു പാടത്ത് 9 സെന്റ് സ്ഥലം മേടിച്ചു. ഈ 9 സെന്റ് സ്ഥലം പാടത്തിൻ്റെ നടുക്കണ്ടമാണ്. പലരും എന്നെ കളിയാക്കി, ഇവിടെ വല്ലവർക്കും വീട് പണിയാൻ പറ്റുമോ? പ്രിയമക്കളെ, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ 9 സെന്റ് സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും എല്ലാം കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ 9 സെന്റ് സ്ഥലത്തിന് ചുറ്റും അതിൻ്റെ മുകളിൽ പ്രിയമക്കളെ ഒരു തറ പണിതു, ഒരു ഓല ഷെഡ് വെച്ച് ചാണമെയ്യ ഒരു കുടിലിൽ ഞങ്ങൾ താമസം തുടങ്ങി. നല്ല വർഷക്കാലം, മഴ സമയത്ത് അവിടേക്ക് വണ്ടി ഇറങ്ങില്ല പാടത്ത്. പ്രിയമക്കളെ, ഒരു ട്രാക്ടറിലാണ് വീട്ടു സാമാനങ്ങളെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ താമസം തുടങ്ങിയത്. താമസം തുടങ്ങി പ്രിയമക്കളെ, 5 പകലും 5 രാത്രിയും നിൽക്കാതെയുള്ള മഴ. നോഹയുടെ പെട്ടകത്തിൽ പെട്ട പോലെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിന് ചുറ്റും ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിന്നിരിക്കുക. ചാണം മെഴുകിയ തറയായതുകൊണ്ട് ഞണ്ടും നീർക്കോലിപ്പാമ്പ് തവളയെല്ലാം കടന്നു വരിക.
മക്കളും ഭാര്യയും എല്ലാം ഞെട്ടി എഴുന്നേറ്റ് കരയുക. പുലർച്ചയുടെ 3 മണി നേരം യാമത്തിൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയ മക്കളെ, സങ്കീർത്തനം 127 പറയുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രിയ മക്കളെ, കർത്താവ് ഇന്ന് എനിക്ക് ചോർന്നൊലിക്കാത്ത ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു ടർസ് ഭവനം നൽകി കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ ഭവനത്തിന്മേൽ എഴുതി വെച്ചു, സങ്കീർത്തനം 23:1, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും. ഫിലിപ്പി 4:13 രണ്ടാമത്തെ വചനം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 16-17 തിരുവചനങ്ങൾ, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇടവിടാതെ എല്ലാ കാര്യത്തിലും, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ 3 വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമക്കളെ, ഇന്ന് ഞാൻ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളുടെയും പ്രാർത്ഥനയാണ്. ഞാൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തും, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവരുടെ മുമ്പിൽ ചെറുതാവും. പ്രിയമക്കളെ, ഞാൻ ഇന്ന് മീൻ കച്ചവടം ചെയ്യുന്ന ഒരു മകനാണ്. നമുക്കറിയാം, ഇന്ന് പലർക്കും കർത്താവിനെ അറിഞ്ഞവരാ, എന്നാൽ ശുശ്രൂഷ ചെയ്യാൻ പോലും നമുക്ക് സമയമില്ല. ഒരു ദിവസത്തിൽ നമുക്ക് 24 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ നിങ്ങൾ കിടന്നുറങ്ങിക്കോ, 8 മണിക്കൂർ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം, 8 മണിക്കൂറിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ഇതുപോലെ ജീവിതത്തിൻ്റെ പല ജീവിത വ്യഗ്രതയിൽ നെട്ടോട്ട് ഓടിയായിരുന്നു. എന്നാൽ പ്രിയ മകളെ, ഇന്ന് ദൈവം എന്നെ തെരഞ്ഞെടുത്ത് എന്നെ ശുശ്രൂഷയിലേക്ക് നയിക്കുക. പുത്തമ്പേലിക്കര അസിസി ഭവനിലെ അസിസി ധ്യാന കേന്ദ്രത്തിലെ ഞാൻ ധ്യാനത്തിനായി കടന്നു പോയി ചെന്നു. അവിടെ ജോയ് സഹോദരനും സഹോദരിമാരും വഴിയിൽ ഉപേക്ഷിച്ച് പോയ കുഞ്ഞുമക്കളെ സ്വന്തം മക്കളായി സ്വീകരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുക. അതുപോലെ മാനസിക രോഗികളായ സഹോദരിമാരെ അവർക്ക് വേണ്ടി സ്വന്തം സഹോദരിമാരെ പോലെ സ്വീകരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുക. നമുക്ക് മാതാപിതാക്കളെ ലഭിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കുടുംബമായി കഴിയുമ്പോൾ പിന്നെ അവരെ ഉപേക്ഷിച്ച് കളയും. എന്നാൽ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന അസിസി ഭവനത്തിലെ ഒരു ധ്യാനത്തിലൂടെ എനിക്ക് നവീകരണ മുന്നേറ്റത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവ് എന്നെ അനുവദിച്ചു. അവിടുത്തെ ബലിപീഠത്തിൽ ജോയ് സഹോദരനാണ് ആദ്യമായിട്ട് സാക്ഷ്യം പറയാൻ എന്നെ ആ ബലിപീഠത്തിൽ കരം പിടിച്ച് ഉയർത്താൻ കർത്താവ് അനുവദിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, അതിനുശേഷം തൃശ്ശൂർ അതിരൂപയിലെ ആബ ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ ഷാജൻ തേർമടച്ചന ഇന്ന് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിലെ തൃശ്ശൂർ അതിരൂപതയിലെ കരിസ്മാറ്റിക് ഡയറക്ടർ അച്ഛന, ആ അച്ഛൻ്റെ കീഴിൽ ഇന്ന് ശുശ്രൂഷ ചെയ്യുക. പ്രിയ മക്കളെ, പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് കടപ്പുറത്തേക്ക് മീൻ പോവും. തിരിച്ചു വന്ന് 9 മണിയാകുമ്പോഴേക്കും പാക്ക് ചെയ്ത് വയ്ക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കച്ചവടം തുടങ്ങും. രാത്രി 9:30-10 മണി വരെ കച്ചവടം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെന്ന് കുളിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ 11 മണി 12 മണി. പിറ്റേ ദിവസം എത്ര മണിക്ക് എഴുന്നേൽക്കണം? 3 മണിക്ക് എഴുന്നേൽക്കണം. പിന്നെ മക്കളെ, ഇന്ന് തൃശ്ശൂർ അതിരൂപയിലെ സർവീസ് ടീമിൽ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എന്നെ അനുവദിച്ചു. അതിൽ കൂടാതെ ഒല്ലൂര് ഞങ്ങളുടെ അസിസി പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ആത്മീയ പിതാവാണ് ഫ്രാൻസിസ് തലക്കോട്ടച്ചൻ, അതിൻ്റെ എൽഡറാണ് സിൽവി ചേട്ടൻ. ഞങ്ങൾ 29 മക്കളുണ്ട്. ഈ കുടുംബങ്ങൾ തൃശ്ശൂർ പട്ടണത്തിലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വചനത്തിനായി കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവ് ഞങ്ങളെ നയിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, തൃശ്ശൂർ അതിരൂപയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എന്നെ ഏറ്റവും അധികം ആത്മീയ നേതൃത്വത്തിൽ എന്നെ നയിച്ചത് എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു എൽഡർ ഉണ്ടായിരുന്നു, നെൽസൺ വള്ളുപാറ. ദൈവശബ്ദം ടീമിനെ നയിച്ചിരുന്ന മകനാ. ഈ അടുത്ത് ആ മകൻ ക്യാൻസർ വന്ന് മരിക്കാനിടയായി. പ്രിയ മക്കളെ, ഒരുപാട് ആത്മീയമായിട്ട് എന്നെ നയിച്ചതാ. ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ തൃശ്ശൂർ പട്ടണത്തിലെ തേക്കിൻകാട് മൈതാനത്തിലെ ഇറച്ചി മാർക്കറ്റിലും മീൻ മാർക്കറ്റിലും പച്ചക്കറി മാർക്കറ്റിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരുപാട് വ്യക്തികളെ നവീകരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവ് എന്നെയും അസിസി പ്രാർത്ഥന കൂട്ടായ്മയെയും അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
പ്രിയമക്കളെ, ഞങ്ങൾ തേക്കിൻകാട് മൈതാനത്തിൽ നോക്കുമ്പോൾ ഒരു മകൻ 24-23 വയസ്സായ മകൻ, ആ യുവാവ് കൈ കടിച്ചു പൊളിച്ച് അവൻ്റെ ചോര അവൻ തന്നെ കുടിക്കുക. അവനെ ഞങ്ങൾ പിടിച്ചു. അവൻ ബലമായിട്ട് കൈയൊക്കെ കൊതറി. അവനെ വിളിച്ച് ആശ്വസിപ്പിച്ചു. അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറല്ല. ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറുകയായിരുന്നു. ഞങ്ങൾ ആ മകനെ കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഷാജനച്ചൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് അവനെ കുമ്പസാരിപ്പിച്ചു. പ്രിയമക്കളെ, അവൻ സാത്താൻ ആരാധിക്കുന്ന ഒരു സഭയിൽപ്പെട്ട ഒരു മകനായിരുന്നു. പ്രിയമക്കളെ, അവൻ വീണ്ടും ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്തു. ഇന്ന് ആ മകൻ ഒരു വൈദിക വിദ്യാർത്ഥിയായി പഞ്ചാബ് മിഷീന് വേണ്ടി, ഒറീസ മിഷീന് വേണ്ടി കർത്താവ് ആ മകനെ കരം പിടിച്ചുയർത്തി. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, ഈ ധ്യാന ശുശ്രൂഷയിൽ തന്നെ വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരു മകൻ, ആ മകൻ ക്രിസ്ത്യാനി ആണെങ്കിലും ആ മകൻ വാർക്കപ്പണിക്ക് പോകുന്ന മകനാണ്. അവൻ വാർക്കപ്പണിക്ക് പോകുന്ന ഒരു വിജാതീയ മകളെ വിവാഹം കഴിച്ചു. അതോടുകൂടി അവൻ്റെ കൂതാശകളെല്ലാം അവനിൽ നിന്ന് അകന്നുപോയി. ആ മകളെ വിവാഹം കഴിക്കാതെ തന്നെ 3 മക്കൾക്ക് ജന്മം നൽകി. പ്രിയമക്കളെ, മദ്യപാനിയായ ഈ മകൻ വരുമ്പോൾ ഇന്ന് ഒരു പിശാച് ബാധിതനെ പോലെ വന്ന് ഈ ഭാര്യയെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് അടിക്കും. വളരെ മദ്യത്തിൻ്റെ അഡിക്റ്റായ ഒരു മകൻ. ഈ 3 മക്കളെയും കൊണ്ട് ആ സഹോദരി പല രാത്രി യാമങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കും. അവർ ധ്യാനത്തിന് വന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവരിലേക്ക് കടന്നു ചെന്നു. പ്രിയമകളെ, യെശയ്യാ 59:1 പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാനസം. നിന്നെയും എന്നെയും അകറ്റിയിരിക്കുന്നത് നിന്റെ പാപങ്ങളും അകൃത്യങ്ങളാണ്. ആ മകൻ ആ ധ്യാനത്തിലൂടെ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ച് അവൻ കർത്താവിലേക്ക് തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമകളെ, ഇത്രയും പാപിയായ എന്നെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ നല്ലവരായ നിങ്ങളെ കർത്താവ് ഇതിൽ കൂടുതൽ അനുഗ്രഹിക്കും. ഈ രാത്രി യാമങ്ങളിൽ, ഈ നൈറ്റ് വിജിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പൂർണ്ണമായി കണ്ണുകൾ അടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഇന്ന് നമ്മുടെ ഭവനം ആയിരിക്കുന്ന അവസ്ഥയെ ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവേ, ഇന്ന് എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ കടബാധ്യതകൾ, എൻ്റെ രോഗപീഠകൾ എല്ലാം ഈശോയെ അവിടത്തേക്ക് ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടി ആരാധിക്കാം. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. എല്ലാവരും ഓർക്കെ, അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാം. 2 കരങ്ങൾ ഉയർത്തി സ്നേഹന്മാരിൽ നിറഞ്ഞ അഭിഷേകത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തി സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തി നയിക്കണേ.
നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സ്വർഗ്ഗസ്ഥനായ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുകുടുംബ പാലകനായിരിക്കുന്ന വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേൽ മാലാഖേ, ഞങ്ങൾക്ക് വേണ്ടി നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോ മിശിഹായ്ക്കും മക്കളെ, പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നൈറ്റ് വിജില് ഒരു സാക്ഷ്യം പറയാൻ. അതിനെ കർത്താവ് എന്നെ അനുവദിച്ചതിനോർത്ത് നന്ദി പറയാണ്. ഞാൻ ജനുവരിയിൽ 2015 ഞാൻ ഈ കൊളത്തുവയിലെ ധ്യാനത്തിൽ ഞാൻ വർക്കിയച്ഛൻ്റെ കുഴിമാടത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛാ, എനിക്ക് നൈറ്റ് വിജിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കാൻ അച്ഛൻ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. കർത്താവ് എന്നെ അനുവദിച്ചതിനോർത്ത് പ്രത്യേകിച്ച് ശാലോം ടെലിവിഷനോടും ഇതിൻ്റെ എല്ലാ ആത്മീയ പിതാവിനോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും യേശു നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.